ഹലോ, വെൽക്കം ടു ഇംഗ്ലീഷ് ക്ലാസ് റൂം. ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 4-ഇയർ പ്രോഗ്രാം 4th സെമസ്റ്റർ ജേർണി ത്രൂ ദ വേൾഡ് ഓഫ് പോയട്രി എന്നുള്ള ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ കാളിദാസ് എഴുതിയ മേഘദൂത എന്ന പോയത്തിൻ്റെ സമ്മറിയും അതേപോലെ തന്നെ കീ പോയിൻറ്സും അതുകൂടാതെ തന്നെ കാളിദാസയുടെ ചെറിയൊരു പ്രൊഫൈലുമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ സ്ലൈഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പോയിൻറ്സ് ഒക്കെ നിങ്ങൾക്ക് എസ് ഒക്കെ എഴുതുമ്പോൾ ഉപകാരപ്പെടും. അപ്പോൾ തുടങ്ങല്ലേ. പ്രൊഫൈൽ ഓഫ് കാളിദാസയാണ്. അപ്പോൾ നമുക്ക് ഓരോ പോയിൻ്റായിട്ട് വായിച്ച് പറഞ്ഞു പോകാട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. ഫസ്റ്റ് പോയിന്റ്, കാളിദാസ ഈസ് വൈഡ്ലി റിഗാർഡഡ് ആസ് ദ ഗ്രേറ്റസ്റ്റ് പോയറ്റ് ആൻഡ് ഡ്രാമാറ്റിസ്റ്റ് ഇൻ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ. ഇവിടെ എന്താണ് മക്കളെ പറയുന്നത്? സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനും അതേപോലെ തന്നെ ഒരു കവിയുമായിരുന്നു കാളിദാസ. ഹി ഈസ് ഓഫൺ കമ്പയർഡ് ടു ഷേക്സ്പിയർ ഫോർ ഹിസ് ലിറ്റററി എക്സലൻസ്. ആളുടെ എഴുത്തിലുള്ള പ്രാഗൽഭ്യം കാരണം ആളെ ഷേക്സ്പിയർ ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നാണ് വിളിച്ചിരുന്നത് കേട്ടോ. ഷേക്സ്പിയറിനെ കുറിച്ച് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അയാളുടെ മേജർ വർക്ക്സ് ആണ് ഹാംലെറ്റ് എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ബാക്ക്ബത്ത്, ഒതെല്ലോ, ഇതൊക്കെ ആളുടെ വർക്ക്സ് ആണ്. ഹി ഈസ് ബിലീവ്ഡ് ടു ഹാവ് ലിവ്ഡ് ഡ്യൂറിങ് ദ 4th to 5th century CE ഇൻ ദ ടൈം ഓഫ് ദ ഗുപ്ത എംപയർ. ആൾ ജീവിച്ചിരിപ്പുണ്ടായ കാലഘട്ടമാണ് 4th to 5th century, അതായത് ഗുപ്ത എംപയറിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് കേട്ടോ. ഹിസ് മേജർ വർക്ക്സ് ഇൻക്ലൂഡ് അഭിജ്ഞാന ശാകുന്തളം, മേഘദൂത, രഘുവംശ, കുമാരസംഭവ. അപ്പോൾ ഏതൊക്കെയാണ് മക്കളെ കാളിദാസൻ്റെ മേജർ വർക്ക്സ്? അഭിജ്ഞാന ശാകുന്തളം, മേഘദൂത, രഘുവംശ, കുമാരസംഭവ. ഇതെന്തായാലും ഓർത്ത് വെക്കണം കേട്ടോ. ഇനി അടുത്തത് എന്താ പറയുന്നത്? 4th പോയിന്റ് എല്ലാവരും ശ്രദ്ധിക്കുക. ഹി ഈസ് ഫേമസ് ഫോർ beautiful nature descriptions, deep expression of love and emotion, elegant and poetic Sanskrit language. ആളുടെ പോയംസിൽ നേച്ചറിനെ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് വർണ്ണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലവും ഇമോഷനും ഒക്കെ നല്ല ഡീപ്പായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആളുടെ മെയിൻ പ്രത്യേകതയാണ് ആൾ യൂസ് ചെയ്യുന്ന സാൻസ്ക്രിറ്റ് ലാംഗ്വേജ്. 5th point, his works have been translated into many languages and are still studied in schools and universities, influencing Indian literature and drama even today. കാളിദാസയുടെ പോയംസ് സാൻസ്ക്രിറ്റ് ലാംഗ്വേജിൽ നിന്നും കുറേ അധികം ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മളിപ്പോഴും സ്കൂളിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇപ്പോഴും പഠിക്കുന്നുണ്ട് എന്നാണ് കേട്ടോ ഈ പോയിന്റ് പറയുന്നത്. അടുത്തതായിട്ട് ഇനി മേഘദൂത എന്ന പോയത്തിൻ്റെ സമ്മറിയാണ് കേട്ടോ. നമുക്കത് നോക്കാം. മേഘദൂത ഈസ് എ ലിറിക്കൽ സാൻസ്ക്രിറ്റ് പോയം റിട്ടേൺ ബൈ കാളിദാസ. കാളിദാസ എഴുതിയ ഒരു ലിറിക്കൽ സാൻസ്ക്രിറ്റ് പോയാണ് ഇത് മേഘദൂത എന്ന് പറയുന്നത്. ദ പോയം ടെൽസ് ദ സ്റ്റോറി ഓഫ് എ യക്ഷ, എ സെലസ്റ്റിയൽ ബീയിങ് ഹൂ ഈസ് പണിഷ്ഡ് ബൈ ഹിസ് മാസ്റ്റർ കുബേര ഫോർ നെഗ്ലക്റ്റിംഗ് ഹിസ് ഡ്യൂട്ടീസ്. അപ്പോൾ ഈ സ്റ്റോറി ആരെ കുറിച്ചാണ്? യക്ഷയെ കുറിച്ചാണ് കേട്ടോ. യക്ഷ എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യരല്ല, ആളൊരു സെലസ്റ്റിയൽ ബീയിങ് ആണ്. അതായത് ഈ ഗന്ധർവൻ എന്നൊക്കെ പറയില്ലേ, അതേപോലെയുള്ള ബീയിങ്സിനെയാണ് കേട്ടോ സെലസ്റ്റിയൽ ബീയിങ് അല്ലെന്നുണ്ടെങ്കിൽ ഡെമി ഗോഡ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. He is exiled for 1 year to Ramagiri, far away from his beloved wife who lives in Alaga in the Himalayas. Filled with sorrow and longing, the Yaksha spends his days thinking about her. Okay, first of all ഞാൻ ഈ സ്റ്റോറി ഒന്ന് ബ്രീഫ് ചെയ്യാം. ഇതിൽ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് യക്ഷ പറയുന്ന ആളാണ്. ഈ യക്ഷ പറയുന്നത് ഒരു സെലസ്റ്റിയൽ ബീയിങ് അല്ലെങ്കിൽ ഒരു ഡെമി ഗോഡ്, അതായത് ഗന്ധർവനെ പോലെയുള്ള ഒരു ബീയിങ് ആണ്. ഈ യക്ഷ ആളുടെ ഡ്യൂട്ടീസ് മറന്നതിനെ തുടർന്നിട്ട് ആളുടെ മാസ്റ്ററായ കുബേര ആളെ പണിഷ് ചെയ്യാണ്. കുബേര കൊടുത്ത പണിഷ്മെൻ്റ് എന്താണെന്ന് വെച്ചാൽ ആള് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്നും 1 വർഷത്തേക്ക് രാമഗിരി പറഞ്ഞ സ്ഥലത്തേക്ക് ആളെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ യക്ഷിയും യക്ഷയുടെ വൈഫും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇവിടുന്ന് എന്താണ് മനസ്സിലാവുന്നത്? യക്ഷയുടെ വൈഫിനോട് ഭയങ്കര സ്നേഹമായിരുന്നു. ആളുടെ വൈഫിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നതിൻ്റെ ഇടയിലാണ് ആളുടെ ഡ്യൂട്ടീസ് മറന്നു പോയത്. അതുകൊണ്ടാണ് ആളെ എവിടുന്ന് കുബേരയുടെ സ്ഥലത്ത് നിന്ന് സ്ഥലം മാറ്റി രാമഗിരിയിലേക്ക് പറഞ്ഞയച്ചത്. ഈ രാമഗിരി പറയുന്ന സ്ഥലം നമുക്കൊക്കെ പരിചയം ഉണ്ടാവില്ലേ? എവിടെയാണ് നമ്മളത് കേട്ടിട്ടുള്ളത്? രാമനുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എവിടെയാണ് താമസിച്ചിരുന്നത്? രാമഗിരിയിലുള്ള ഒരു ആശ്രമത്തിലാണല്ലേ താമസിച്ചിരുന്നത്. അങ്ങനെ നമ്മളത് കേട്ടിട്ടുണ്ടാവില്ലേ? അങ്ങനെ യക്ഷയുടെ വൈഫും സെപ്പറേറ്റ് ആയി താമസിക്കുകയാണ്. യക്ഷ രാമഗിരിയിലെത്തി. അങ്ങനെ യക്ഷയുടെ വൈഫിനെ മിസ് ചെയ്യാണ്. അങ്ങനെ യക്ഷ ഇവിടെ ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ മൺസൂൺ സീസൺ ദ യക്ഷ സീസ് എ പാസിംഗ് ക്ലൗഡ് ആൻഡ് ഇമാജിൻസ് ഇറ്റ് ആസ് എ മെസ്സഞ്ചർ.
അപ്പോൾ ഈ ടൈറ്റിലിൽ പറയുന്ന പോലെ തന്നെ മേഘദൂത, അതായത് മേഘം ഒരു ദൂതനായിട്ട് അല്ലെങ്കിൽ ഒരു മെസ്സഞ്ചറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. മൺസൂൺ സീസൺ, മഴക്കാലത്തിൻ്റെ തുടക്കമായപ്പോൾ യക്ഷ ഒരു ക്ലൗഡിനെ കാണുകയാണ്. എന്നിട്ട് ആളുടെ മെസ്സേജസ് ആളുടെ വൈഫിലേക്ക് എത്തിക്കാനുള്ള ഒരു മെസ്സഞ്ചറായിട്ട് അതിനെ ഇമാജിൻ ചെയ്യാണ്. He requests the cloud to carry a message of love to his wife. In the first part of the poem, Purva Megha, he carefully describes the route the cloud should take, mentioning rivers, forests, mountains, cities, and beautiful landscapes across India. The descriptions highlight Kalidasa's deep love for nature and his poetic imagination. അങ്ങനെ യക്ഷ ഈ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലൗഡിനോട് ഒരു റിക്വസ്റ്റ് പറയാണ്. അതായത് ആളുടെ ഒരു മെസ്സേജ് ആളുടെ ലവർക്ക് അല്ലെങ്കിൽ വൈഫിന് എത്തിക്കാവോ എന്ന് ചോദിക്കുകയാണ്. ഈ പോയത്തിൻ്റെ ആദ്യ പാർട്ടായിട്ടുള്ള പൂർവ്വമേഖയിൽ ആൾ കുറേ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തിട്ട്, അതായത് ഈ ക്ലൗഡ് ഏത് വഴി കൂടെയാണ് പോവേണ്ടത്, അതേപോലെ തന്നെ റിവേഴ്സ്, ഫോറസ്റ്റ്, മൗണ്ടെയിൻസ്, സിറ്റീസ്, അതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്സ് ഒക്കെ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു. കാളിദാസയുടെ റൈറ്റിങ്സിൻ്റെ പ്രത്യേകതയാണ് എന്ത്, നേച്ചറിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് കേട്ടോ. നേച്ചർ ഡിസ്ക്രിപ്ഷൻസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കാളിദാസയുടെ ഡീപ്പ് ലവ് ഫോർ നേച്ചറും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പോയറ്റിക് ഇമാജിനേഷനെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. In the second part, Uttaramegha, the Yaksha describes his wife's sorrow and asks the cloud to console her. He sends words of hope, love, and reassurance, promising that their separation will soon end. The poem beautifully expresses the theme of love in separation, viraha, and is admired for its emotional depth, rich imagery, and musical language. ഈ പോയത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ഉത്തരമേഖലയിൽ എന്താ പറയുന്നത്? യക്ഷ ആളുടെ വൈഫിൻ്റെ സങ്കടങ്ങളെ കുറിച്ച് പറയാണ്. അതേപോലെ തന്നെ ആ നീങ്ങിപ്പോകുന്ന മേഘത്തോട് എന്ത് പറയാണ്? അവിടെ ചെന്നിട്ട് അവളെ ഒന്ന് സമാധാനിപ്പിക്കണം എന്നാണ് കേട്ടോ പറയുന്നത്. ഈ യക്ഷ മേഘത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് കൊടുത്തു വിടുകയാണ്. അദ്ദേഹം എന്തൊക്കെയാണ് അയക്കുന്നത്? വേർഡ്സ് ഓഫ് ഹോപ്പ്, ലവ് ആൻഡ് റിയഷുറൻസ്. അതേപോലെ തന്നെ അദ്ദേഹം പറയുകയാണ് നമ്മുടെ സെപ്പറേഷൻ എത്രയും പെട്ടെന്ന് തീരും, അതുകൊണ്ട് വിഷമിക്കേണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ വൈഫിനോട് പറയുകയാണ്. പിന്നെ ഈ പോയം വിരഹം അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതായത് രണ്ട് സ്നേഹിക്കുന്നവർ തമ്മിൽ പിരിയുമ്പോഴുള്ള ഇമോഷനാണ് വിരഹം അല്ലേ, അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പോയത്തിലുള്ള ഇമോഷണൽ ഡെപ്ത്, റിച്ച് ഇമേജറി ആൻഡ് മ്യൂസിക്കൽ ലാംഗ്വേജ് കൊണ്ട് ഈ പോയം ശ്രദ്ധേയമാണ് കേട്ടോ. ജസ്റ്റ് കീ പോയിന്റ്സ് ഒന്ന് നോക്കാം. ഇത്ര നേരം പറഞ്ഞതൊക്കെ തന്നെയാണ്, ഒന്നുകൂടി സമ്മറൈസ് ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യത്തെ പോയിന്റാണ് റിട്ടേൺ ബൈ കാളിദാസ ഇൻ സാൻസ്ക്രിറ്റ്. ഇത് ഏത് ലാംഗ്വേജിലാണ്? കാളിദാസ ഇത് സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. പിന്നെന്താ മക്കളെ പറയുന്നത്? സ്റ്റോറി ഓഫ് എ യക്ഷ എക്സൈൽഡ് ബൈ കുബേര ഫോർ നെഗ്ലക്റ്റിംഗ് ഹിസ് ഡ്യൂട്ടീസ്. യക്ഷനെ എന്തുകൊണ്ടാണ് കുബേര എക്സൈൽ ചെയ്തത്? ആളുടെ ഡ്യൂട്ടീസ് നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടാണ്. ആ സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. The Yaksha is banished to Ramagiri away from his wife in Alka. അങ്ങനെ യക്ഷ രാമഗിരിയിലേക്ക് ബാനിഷ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ആളുടെ വൈഫും ആളും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യപ്പെടുകയാണ്. ആളുടെ വൈഫുള്ളത് ഹിമാലയയിലുള്ള അൽക്ക പറഞ്ഞ സ്ഥലത്താണ്. പിന്നെന്താ പറയുന്നത്? ഹി സെൻഡ്സ് എ ലവ് മെസ്സേജ് ടു ഹിസ് വൈഫ് ത്രൂ എ പാസിംഗ് ക്ലൗഡ്. ഈ പോയത്തിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ ആള് പാസിംഗ് ക്ലൗഡിനടുത്ത്, അതായത് മേഘത്തിൻ്റെ അടുത്ത് ആളുടെ ദൂത് കൊടുത്തു വിടുകയാണ്. ആളുടെ മെസ്സേജ് ആ ക്ലൗഡിനോട് ആളുടെ വൈഫിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ ആണ് പറയുകയാണ്. The poem has two parts, Purvamegha and Uttaramegha. Purvamegha, description of the cloud's journey. Uttaramegha, the message to his beloved. അങ്ങനെ ഈ പോയം രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പൂർവ്വമേഖയിൽ എന്താ പറയുന്നത്? ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ക്ലൗഡ്സ് ജേർണി. നമ്മൾ പറഞ്ഞു നേരത്തെ ക്ലൗഡ് ഏത് ഭാഗത്തു കൂടെ പോകേണ്ടത്, അതേപോലെ തന്നെ ക്ലൗഡ് പോകുന്ന വഴികളിലുള്ള റിവേഴ്സ്, മൗണ്ടെയിൻസ്, അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് പറഞ്ഞു. ഉത്തരമേഖയിൽ എന്താ പറയുന്നത്? ആളുടെ ബിലൗഡിനുള്ള മെസ്സേജ്, അതേപോലെ ഹി സെൻസ് എന്താണ് ആൾ ഹോപ്പൊക്കെ സെൻഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. തീം ലവ് ഇൻ സെപ്പറേഷൻ, വിരഹ ആൻഡ് ബ്യൂട്ടിഫുൾ നേച്ചേഴ്സ് ഇമേജറി. ഈ പോയത്തിൻ്റെ മെയിൻ തീം എന്താണ്? ലവ് ഇൻ സെപ്പറേഷൻ, അതായത് വിരഹമാണ് ഈ പോയത്തിൻ്റെ മെയിൻ തീം. അതേപോലെ തന്നെ കുറേ ബ്യൂട്ടിഫുൾ നേച്ചറിനെ പറ്റിയിട്ടൊക്കെ ഇതിൽ കുറേ ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂടാ, നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ട്സൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.